നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് പ്ലാനറ്റ് സ്പാർക്ക് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ രണ്ട് തരത്തിലുള്ള ജോബുകളാണ്. ഒന്ന് നിങ്ങൾക്ക് വർക്ക് ഫ്രം ഹോമിൽ നിന്ന് ചെയ്യാൻ പറ്റിയത്, അതുകൂടാതെ നിങ്ങൾക്ക് അപേക്ഷിച്ചാൽ അവരുടെ ഓഫീസിൽ വർക്ക്, അതായത് വർക്ക് ഫ്രം ഓഫീസ്, രണ്ട് തരത്തിലുള്ള ജോബുകളാണ്. ഇങ്ങനെയുള്ള രണ്ട് തരത്തിലുള്ള ജോബുകളാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇതിന്റെ വളരെ നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ടീച്ചർമാർക്കാണ് ഞാൻ കൂടുതൽ കണ്ടത്. നമ്മുടെ പലരും എന്നോട് പറഞ്ഞ് ഞങ്ങൾക്ക് വർക്ക് ഫ്രം ഹോമിന്റെ നല്ല വേക്കൻസികൾ തരണം, നല്ല കമ്പനികളുടെ വേക്കൻസികൾ തരണം. അങ്ങനെയുള്ള ഒരു സെർച്ചിലാണ് എനിക്ക് ഇത് കിട്ടിയത്. അപ്പം പ്ലാനറ്റ് സ്പാർക്ക് എന്ന് പറയുന്ന ഇത് വളരെയേറെ നല്ല കമ്പനിയാണ്. അത് കണക്ക് തന്നെ ഇതിന്റെ രണ്ട് തരത്തിലുള്ള ജോബുണ്ട്. നമ്മുടെ ഇത് ആക്ച്വലി പറഞ്ഞാൽ ഇന്ത്യയിലുള്ള കമ്പനിയല്ല, ഇന്ത്യക്ക് പുറത്തുള്ള കമ്പനിയാണ്. പക്ഷെ ഇവരുടെ ഒരുപാട് സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ തന്നെ ഉണ്ട്, ഗർഭങ്ങളിലുണ്ട് ഒരുപാട് സ്ഥാപനങ്ങൾ. അപ്പം വർക്ക് ഫ്രം ഓഫീസ് എന്നുള്ള ഒരു കാര്യം നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ പോയി നമുക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ പോയി നമുക്ക് അവരുടെ ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ഹിന്ദി നമ്മുടെ ഒരു വടക്ക് കേരളത്തിന് വെളിക്കുള്ള സംസ്ഥാനങ്ങളിലാണ് ഞാൻ അതിന്റെ കണ്ടത്. അപ്പോഴത്തേക്ക് നമുക്ക് കേരളത്തിനുള്ളിൽ തന്നെ നമ്മുടെ വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യുവാൻ പറ്റിയ ഒരു സാഹചര്യം ഇണക്കണമെന്ന് പലരും അങ്ങനെ അതിലുള്ള ഒരു അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഞങ്ങൾക്ക് വേണം. ഞങ്ങൾ ടീച്ചർമാര്, ഞങ്ങൾക്ക് പഠിത്തമുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വീട്ടിലിരുന്ന് ഒരു സൈഡ് ജോബ് ചെയ്യുവാനുള്ള ഒരു സാഹചര്യം ഞങ്ങൾക്ക്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കമ്പനിയുടെ വേക്കൻസി വേണമെന്ന് പലരും എനിക്ക് ഇത് കണക്ക് ഫോൺ ചെയ്യുകയും അതുകൂടാതെ കമന്റ് ഇടുകയും ചെയ്ത് ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനൊരു വേക്കൻസി ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. അപ്പം ഇതിൽ ഈ പ്ലാനറ്റ് സ്പാർക്ക് എന്ന് പറയുന്ന കമ്പനിയിൽ രണ്ട് തരത്തിലുള്ള വേക്കൻസികളാണ്. ഒന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, ഒന്ന് അവരുടെ ഓഫീസിൽ തന്നെ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് അവരുടെ ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് വർക്ക് ചെയ്യണം. രണ്ടാമത് നിങ്ങൾ അവരുടെ വർക്ക് ഫ്രം ഹോം ആണ്. ഇത് തരത്തിലുള്ള, അതായത് ടീച്ചർമാർക്ക് പറ്റിയ ഒരു വെബ്സൈറ്റ് ആണിത്. വർക്ക് ഫ്രം ഹോമിൽ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ടീച്ചറായിട്ടുള്ള ഒരു വർഷം അല്ലെങ്കിൽ ഇത് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാം. അത് കണക്കിന് ടീച്ചർമാർക്ക് പറ്റിയ, പിന്നെ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഒരു എഞ്ചിനീയർമാരുടെ സെക്ഷനാണ് കാണുന്നത്. എഞ്ചിനീയർമാർ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒരു വെബ്സൈറ്റ് ഡിസൈനർ, അങ്ങനെയൊക്കെയുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു വേക്കൻസിയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ ഇവിടെ ഒരുപാട് വേക്കൻസികൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാൻ ഇച്ചിരി കൂടെ വലുതായിട്ട് നിങ്ങളെ കാണിക്കാം. ഓൺലൈൻ ഇംഗ്ലീഷ് ടീച്ചറിന്റെ വേക്കൻസി ഉണ്ട്, ടെലികാളിംഗ് അസോസിയേറ്റ് വർക്കിന്റെ വേക്കൻസി ഉണ്ട്, അതുകൂടാതെ ഫ്രണ്ട് എൻഡ് ഡെവലപ്പറിന്റെ വേക്കൻസി ഉണ്ട്, വെബ് ഡെവലപ്പറിന്റെ വേക്കൻസി ഉണ്ട്, റൂബി ഓൺ റാലീസ് ഡെവലപ്പർ. പക്ഷേ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ നമ്മൾ പറയുമ്പോഴത്തേക്ക് ഇപ്പം ഓൺലൈൻ ഇംഗ്ലീഷ് ടീച്ചറിന്റെ എന്ന് പറയുമ്പോഴത്തേക്ക് വർക്ക് ഫ്രം ഹോം ആണ് ഇവിടെ കാണിക്കുന്നുണ്ട്, വർക്ക് ഫ്രം ഹോം. അതേസമയം നമ്മൾ ടെലികാളിംഗ് അസോസിയേറ്റ് വർക്ക് ഫ്രം ഓഫീസാണ് വരുന്നത്. അപ്പം രണ്ടും കൂടെ മിക്സ് ആയതാണ്. അതിനകത്തുനിന്ന് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ആ ഒരു വർക്ക് നിങ്ങൾ തിരഞ്ഞെടുക്കുകയും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുകയും ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള ഒരു വർക്കാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനകത്ത് മെയിലിനും ഫീമെയിലിനും ഇതിനകത്ത് അപ്ലൈ ചെയ്യാം. അത് കണക്ക് തന്നെ ഇന്ത്യയിൽ, ആൾ ഓവർ ഇന്ത്യയിലുള്ള, നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റിലായിരിക്കട്ടെ, ഏത് സ്റ്റേറ്റിലായിരിക്കട്ടെ, നോട്ട് എ മാറ്റർ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ ഇതിന് ഈ ഒരു ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ളവർ നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ഒരു രീതിയിലുള്ള ആ ഒരു വേക്കൻസിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരും. ഇത് പ്ലാനറ്റ് സ്പാർക്കിന്റെ ഈ വെബ്സൈറ്റിലേക്ക് വരും. ഈ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഓരോ കാര്യങ്ങൾ, ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ ഉണ്ട്, റൂബി ഓൺ റാലീസ് ഡെവലപ്പർ ഉണ്ട്. ഇത് ഗുരുഗ്രാമാണ്, ഹരിയാനയിലാണ് ഇതിന്റെ ഇത് വർക്ക് ചെയ്യേണ്ടത്. നിങ്ങൾ അവിടെ പോയി വർക്ക് ചെയ്യേണ്ട ഒരു ഓഫീസ് വർക്കാണ്. അങ്ങനെ പക്ഷെ ഇത് നോക്കിക്കേ, റൂബി ഓൺ റാലീസ് ഡെവലപ്പർ വർക്ക് ഫ്രം ഹോമും ഉണ്ട് ഇവിടെ. ഫുൾ ടൈം വർക്ക് ഫ്രം ഹോം, 1 to 4 years എക്സ്പീരിയൻസ് വേണം. അപ്പം ഈ ഒരു വെബ്സൈറ്റിൽ ഞാനവിടെ ഇത് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇതിൽ വരികയും ഇതിനകത്തൂടെ അപ്ലൈ നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് അവിടെ പോയി വർക്ക് ചെയ്യാൻ, ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്യുവാനുള്ള ഇതാണെങ്കിൽ ഇവിടെ ഇതെല്ലാം കാണുന്ന വർക്ക് ഫ്രം ഹോമാണ് കാണുന്നത്. പിന്നെ ഗുരുഗാവ് ഹരിയാനയുടെയാണ് അത്. അവിടെ 0 to 2 year എക്സ്പീരിയൻസ് പറയുന്ന ഇൻസൈഡ് സെയിൽ അസോസിയേറ്റഡ് വർക്ക് ഫ്രം ഓഫീസ് എന്ന് അവർ ഇവിടെ ഡയറക്റ്റ് പറയുന്നുണ്ട്. ഇവിടെ
ഇൻസൈഡ് സെയിൽ അസോസിയേറ്റർ, വർക്ക് ഫ്രം ഓഫീസ്. അപ്പോൾ ഓഫീസിലിരുന്ന് ഇവിടെ വർക്ക് ഫ്രം ഹോമാണ്. AW കോൾഡ് ഡെവലപ്പർ എഞ്ചിനീയർ, ഇത് വർക്ക് ഫ്രം ഹോമാണ് ഇവിടെ കാണുന്നത്. ഇനി റിയാക്ട് നാറ്റീവ് ഡെവലപ്പർ ഫുൾ ടൈം വർക്ക് ഫ്രം ഹോമാണ്. അപ്പം വർക്ക് ഫ്രം ഹോമിന്റെയും അതല്ലാതെ വർക്ക് ഫ്രം ഓഫീസിന്റെയും ഇതിനകത്ത് ഒരുപാട് വേക്കൻസികളുണ്ട്. നിങ്ങൾ സെർച്ച് ചെയ്യുക. അങ്ങനെ സെർച്ച് ചെയ്യാണ്ട് ഇത് ഡിസ്ക്രിപ്ഷന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങൾ ഇത് സെലക്ട് ചെയ്തിട്ട് അവിടെ നിങ്ങൾ പോവുക. അപ്പോഴത്തേക്ക് നമുക്കിനി ഏതെങ്കിലും ഒരു നിങ്ങൾക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു പോസ്റ്റ്, ഒരു വേക്കൻസി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അതിൽ ക്ലിക്ക്. ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇപ്പം ഓൺലൈൻ ഇംഗ്ലീഷ് ടീച്ചറിന്റെ ആണ് ഞാൻ അപ്ലൈ ചെയ്യുന്നെങ്കിൽ ഇവിടെ V1 അപ്ലൈ എന്ന് എഴുതിയിട്ടുണ്ട്. ഓൺലൈൻ ഇംഗ്ലീഷ് ടീച്ചറിന്റെ ഇവിടെ V1 അപ്ലൈ എന്ന് എഴുതിയിട്ടുണ്ട്. ഓൺലൈൻ ഇംഗ്ലീഷ് ടീച്ചറിന്റെ ഇവിടെ V1 അപ്ലൈ എന്ന് എഴുതിയിട്ടുണ്ട്. വർക്ക് ഫ്രം ഹോം എന്ന് എഴുതിയിട്ടുണ്ട്. അതിന്റെ താഴെ പോയിട്ട് ഇതിന്റെ എക്സ്പീരിയൻസ് എന്ന് ഇവർ പറയുന്നത് 1 ഇയർ തൊട്ട് 2, അതായത് 1 വർഷം തൊട്ട് 20 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിനകത്ത് അപേക്ഷിക്കാം. അതിന് കൂടുതലുള്ളവർക്കും അതിന് കുറവുള്ളവർക്കും ഇതിനകത്ത് അപേക്ഷിക്കാം. നിങ്ങൾക്ക് പക്ഷേ ഒരു ടീച്ചർ എന്നൊക്കെ പറഞ്ഞാൽ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിരിക്കും. ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ക്ലാസ് എടുക്കണം, നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു വേക്കൻസിയാണിത്. അപ്പം V1 അപ്ലൈയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. V1 അപ്ലൈ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ ഇവിടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നുണ്ട്. എക്സലന്റ് വെർബൽ ആൻഡ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആയിരിക്കണം. ബില്ലിംഗ് ടു വർക്ക് 6 days എ വീക്ക്, ഒരാഴ്ചയിൽ നിങ്ങൾ 6 ദിവസം വർക്ക് ചെയ്യാൻ തയ്യാറായിരിക്കണം. ബില്ലിംഗ് ടു ഇൻവെസ്റ്റ് 4 ടീച്ചിങ് ഹവേഴ്സ് എവറി ഡേ ഫോർ പ്ലാനറ്റ് സ്പാർക്ക്, അതായത് നിങ്ങൾ പ്ലാനറ്റ് സ്പാർക്കിന് വേണ്ടിയിട്ട് 4 hours വില്ലിംഗ് ടു ഇൻവെസ്റ്റ് 4 ടീച്ചിങ് അവേഴ്സ് ഇൻ എവറി ഡേ, അതായത് 4 ടൈം നിങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. അറ്റ്ലീസ്റ്റ് 1 year ഓഫ് ഇംഗ്ലീഷ് ടീച്ചിങ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഷുഡ് ഹാവ് എ ഗുഡ് വൈഫൈ ആൻഡ് എ ലാപ്ടോപ്പ് വിത്ത് വെബ്കാം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. വെബ്കാം വലിയ പാടില്ല, പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ ഒരു ടെക്നോളജി വളർന്ന ഒരു സാഹചര്യവും അത് നമ്മുടെ ഒരു ജീവിത സ്റ്റൈലിന്റെ സാഹചര്യവും നോക്കിയാൽ എല്ലാവരുടെ വീട്ടിലും വൈഫൈയും അല്ലെങ്കിൽ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് തന്നെ വേണമെന്നില്ല, കമ്പ്യൂട്ടർ ആയാലും മതി. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ലാപ്ടോപ്പും കമ്പ്യൂട്ടർ അല്ലെങ്കിൽ വെബ്കാം അല്ലെങ്കിൽ വൈഫൈ ഒക്കെ ഉള്ളതാണ്. അപ്പം ഈ ജോബ് നിങ്ങൾക്ക് അത്ര പ്രയാസമുള്ള കാര്യമല്ല. ടീച്ചിങ്ങിന്റെ എന്തെങ്കിലും ഒരു ABCD അറിയുന്നവർക്ക് സുഖമായിട്ട് ഇതിനകത്ത് അപേക്ഷിക്കാം. ഇനി നമുക്ക് താഴോട്ട് വരുമ്പോഴത്തേക്ക് ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട്. ഇത് മെയിൻ ഹെഡിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഇനി റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി, നിങ്ങൾക്ക് എന്തെല്ലാമായിരിക്കും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ റോൾ. ടേക്കിംഗ് ഡെമോ ക്ലാസ്സസ് ടു കിഡ്സ്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഡെമോ ക്ലാസ്സസ് നിങ്ങൾ അവതരിപ്പിക്കണം. ടീച്ച് ദ കിഡ്സ് യൂസിങ് പ്ലാനറ്റ് സ്പാർക്ക് പെഡിഗോഗി, അതുണ്ടായിരിക്കണം. അത് ഷെയർ ദ ഒബ്സർവേഷൻ അബൌട്ട് ദ കിഡ് ആൻഡ് ദ പേരന്റ് വിത്ത് ദ ടീം ഓഫ് എസ്റ്റിമേറ്റ്. ടേക്കിംഗ് ഡെമോ ക്ലാസ്സസ് ഫോർ കിഡ്സ്, ടീച്ച് ദ കിഡ്സ് യൂസിങ് പ്ലാനറ്റ് സ്പാർക്ക്, share the observation about the kid and the parent with the team of esteemed counselors, conducting regular classes post enrollment using Planet Spark curriculum. ഇപ്പൊ ഇതിനെപ്പറ്റി ഇവിടെ കമ്പനിയൊക്കെ പറ്റി ടേക്കിംഗ് ഡെമോ ക്ലാസ് അത് നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി എടുക്കാൻ തയ്യാറായിരിക്കണം. കിഡ് യൂസിങ് പ്ലാനറ്റ് സ്പാർക്കിനെ പറ്റി അവരോട് നിങ്ങൾ പറയണം. ഷെയർ ദ ഒബ്സർവേഷൻ അബൌട്ട് ദ കിഡിന്റെ ഒബ്സർവേഷൻ എടുത്ത് അത് ടീമുമായിട്ട് പങ്കുവെക്കണം. പേരൻസിനെ അത് പറയണം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, അതായത് ഒരു കുട്ടിയെ ഒരു സ്റ്റുഡന്റിനെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തയ്യാറായിരിക്കണം. ഇനി ഷിഫ്റ്റ് ടൈമിംഗ്. ഇന്ത്യയിൽ നിങ്ങൾ ഇത് പുറത്തുള്ള രാജ്യങ്ങൾ, ഇന്ത്യയിലെ മാത്രമല്ല പുറത്തുമൊക്കെയുള്ള, ഞാൻ പറഞ്ഞ് ഔട്ട് ഓഫ് ഇന്ത്യയിലെ ഒരു കമ്പനിയാണിത് പ്ലാനറ്റ് സ്പാർക്ക്. അപ്പം ഇന്ത്യയിലാണെങ്കിൽ 3 മണി തൊട്ട് 8 മണി വരെ, അതായത് വൈകിട്ട് 3 മണി തൊട്ട് 8 മണി വരെ നിങ്ങൾ ജോലി ചെയ്യണം. മിഡിൽ ഈസ്റ്റ് യൂറോപ്പിലാണെങ്കിൽ 3 മണി തൊട്ട് 11, അത് അവിടുത്തെ ടൈം, 3 മണി തൊട്ട് 11 മണി വരെ നിങ്ങൾ വർക്ക് ചെയ്യണം. US ലാണെങ്കിൽ 10 തൊട്ട് 8 AM വരെ, അതായത് 10 രാത്രി തൊട്ട് 8 മോർണിംഗ് വരെ നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറായിരിക്കണം. ബാക്കി ഇവിടെ താഴോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ പറയുന്നത്, ഇനി താഴോട്ട് വരുമ്പോഴത്തേക്ക് വരുന്ന പേ പെർ ഹവർ, ഓരോ മണിക്കൂറിലും നിങ്ങൾക്ക് പൈസയുണ്ട്. അതായത് യൂറോപ്പിലെ സിസ്റ്റം അല്ലെങ്കിൽ അമേരിക്കയിലെ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നു അതിന്റെ അനുസരിച്ചാണ് നമുക്ക് പൈസ കിട്ടുന്നത്.
അപ്പം മണിക്കൂറിന്റെ, അതായത് നമ്മുടെ ഇന്ത്യയിലെ കണക്ക് ഡെയിലി ബേസിക്സിലുള്ള ഒരു വർക്കല്ല. ഡെയിലി നമുക്ക് വർക്ക് ചെയ്യണം, പക്ഷെ ആ മണിക്കൂർ എത്ര മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്യുന്നു, ആ ഒരു എത്ര മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, ആ ഒരു രീതിയിലാണ് നമുക്ക് പൈസ കിട്ടുന്നത്. ഒരു മണിക്കൂർ നിങ്ങൾ വർക്ക് ചെയ്യാൻ 250 രൂപ നിങ്ങൾക്ക് റെഗുലർ ക്ലാസ്സസിന്റെ കിട്ടും. അഡീഷണൽ 100 രൂപ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് വർക്ക് ഒരു മണിക്കൂർ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടും. ഇതാണ് ഇനി അടുത്തത് പറയുന്നത്. എക്സലന്റ് ടീച്ചിങ് സ്കില്ലായിരിക്കണം, എക്സലന്റ് അറ്റൻഷൻ ടു ഡീലിംഗ്, സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലായിരിക്കണം, എബിലിറ്റി ടു ബിൽഡ് സ്ട്രോങ് റിലേഷൻ വിത്ത് ദ കിഡ് ആൻഡ് മേക്ക് ദ ക്ലാസ്സസ് ഫൺ ആൻഡ് എൻഗേജിങ് ഉള്ളവരായിരിക്കണം. അതായത് ഈ ഒരു ടീച്ചറിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പം എക്സലന്റ് ടീച്ചിങ് സ്കില്ലായിരിക്കണം, എക്സലന്റ് അഡീഷൻ ടു ഡീറ്റെയിൽഡ് സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലായിരിക്കണം. ഇതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഈ ടീച്ചറിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇവരുടെ ഈ കമ്പനിയെ പറ്റി എന്താണ് മിഷൻ ടു ബിൽഡ് ദ നെക്സ്റ്റ് ജനറേഷൻ ഓഫ് കോൺഫിഡൻസ് ഫാക്ടേഴ്സ്. ഇത് നിങ്ങൾ വായിച്ചു നോക്കണം. ഇവരുടെ കമ്പനിയെ പറ്റി പറയുന്നതാണ്. ഇവിടുന്ന് താഴോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ നിങ്ങൾക്ക് റീജൻ, സെലക്ട് റീജൻ, അതായത് ഇവിടെ റീജൻ തരുമ്പോഴത്തേക്ക് നിങ്ങൾ ഏത് മണിക്കൂറിലാണ് അല്ലെങ്കിൽ എത്ര മണിക്കൂറിന് ബിറ്റ്വീനാണ് നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറ്. 3 തൊട്ട് 10 മണി വരെ, 4 തൊട്ട് 8 മണി വരെ, അല്ലെങ്കിൽ 10 തൊട്ട്. ഇത് നിങ്ങൾ US ഇവിടെ കമ്പനി ഇപ്പൊ ഇന്ത്യയിലാണെങ്കിൽ 3 തൊട്ട് 10 മണി ഞാൻ ഇന്ത്യയിൽ സെലക്ട് ചെയ്ത് സപ്പോസ്, എന്നിട്ട് ഇവിടെ അപ്ലൈ പോയാൽ മതി. അപ്ലൈ പോകുമ്പോഴത്തേക്ക് ഇവിടെ അപ്ലൈ ചെയ്യുന്ന ആ ഒരു ഇത് വന്ന് ഇവിടെ നിങ്ങളുടെ നെയിം കൊടുക്കുക, ഇവിടെ മൊബൈൽ നമ്പർ കൊടുക്കുക, ഇവിടെ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ട് സെൻഡ് OTP ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് സെൻഡ് OTP പ്ലീസ് ഫിൽ ദ ആൾ ദ ഫീൽഡ് പറയുന്നു. ഇതെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ OTP വരും. OTP നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ വെരിഫൈ ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാം. അപ്പം ഇത് ഇനി നമ്മൾ ഇത് കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും നോക്കി, എല്ലായിടത്തും ഇത് കണക്കുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഇപ്പൊ ഓൺലൈൻ ടീച്ചിങ്ങിന്റെയാണ് ഞാൻ പറഞ്ഞത്. ഇനി ടെലികാളിംഗ് അസോസിയേറ്റിന്റെ വർക്ക് ഫ്രം ഹോമിന്റെ ഉണ്ട്. അത് നമ്മൾ ഇവിടെ ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഫുൾ ടൈം ഇത് ഗർഗോണിലാണ് ഇത് ചെയ്യുന്നത്. അപ്പം വർക്ക് ഫ്രം ഓഫീസ് ഇവിടെ എഴുതിയിട്ടുണ്ട് വർക്ക് ഫ്രം ഓഫീസ്. ഇനി നിങ്ങൾ വർക്ക് ഫ്രം ഓഫീസോ അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ഇനി നമുക്ക് വേറൊരു വർക്ക് ഫ്രം ഹോം നോക്കാം. ഇത് ഫ്രണ്ട് ആൻഡ് എൻഡ് ഡെവലപ്പർ. ഇത് വർക്ക് ഫ്രം ഹോം ആണ്. ഇവിടെ നമ്മൾ വ്യൂ ആൻഡ് അപ്ലൈ ക്ലിക്ക് ചെയ്ത് ഇവിടെ വന്ന് ഫുൾ ടൈം വർക്ക് ഫ്രം ഹോം 1 തൊട്ട് 20 വർഷം വരെ. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്നാണെന്ന് പറഞ്ഞ് ഇവിടെ ഒരു മിനിറ്റ്. അപ്പോൾ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്നാണെന്ന് പറഞ്ഞ് യു വുഡ് ബി വർക്കിംഗ് ഓൺ ഗ്ലോബൽ കൺസ്യൂമർ ഫേസിംഗ് പ്രോഡക്റ്റ് അറ്റ് എ ഫാസ്റ്റ് ഗ്രോവിംഗ് സ്റ്റാർട്ടപ്പ്. ദ വേൾഡ് ഗീവ് യു ഗ്രേറ്റ് എക്സ്പ്ലോസർ ഓൺ ആൾ ഡിഫറെന്റ് ആസ്പെക്ട് ഓഫ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് യു വിൽ വർക്ക് ഓൺ. അതായത് നല്ലൊരു കമ്പനിയുടെ കൂടെ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്ന നിങ്ങൾ വർക്ക് ഫ്രം ഹോം ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ടെക്നിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഈ ഒരു വെബ് ഡെവലപ്പർ രീതിയിലൊക്കെ പോയിട്ടുള്ളവർക്ക് അതൊരു വലിയ ഒരു അനുഗ്രഹമായിരിക്കും. അപ്പം ഇത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു അപ്ലൈ ചെയ്യുന്നത്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വീണ്ടും പറയുകയാണ്, ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിന്റെ ലിങ്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഇതിൽ വന്നിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ, നിങ്ങൾക്ക് വർക്ക് ഫ്രം ഹോമിൽ നിന്ന് ചെയ്യണോ അതോ വർക്ക് ഫ്രം ഓഫീസ് വേണോ എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പം ഇത്രയും നിങ്ങൾ വീഡിയോ കണ്ട എൻ്റെ ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.